മലയാളി ക്രൈസ്തവ സമൂഹത്തെ അണിനിരത്തുന്ന എക്യുമെനിക്കൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് ആഘോഷം 2016 ഡിസംബർ മാസം 10-ാം തീയതി ശനിയാഴ്ച ജോർജ് വാഷിംഗ്ടൺ ഹൈസ്കൂളിൽ അരങ്ങേറി. ചെയർമാൻ റവറന്റ് ഫാദർ ഷിബു വേണാട് മത്തായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മലങ്കരി ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്ക ഭദ്രാസനാധിപൻ അഭിവന്യ സക്കറിയ മാന്നിക്കോളവാസ്, സ്റ്റേറ്റ് സെനറ്റർ മിസ്റ്റർ ജോൺ പി സാബത്തീന എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ജനറൽ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗത്തോടുകൂടി യോഗം ആരംഭിച്ചു. വർണ്ണാഭമായ ഘോഷയാത്ര, ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം, പ്രാർത്ഥന, എക്യുമെനിക്കൽ ചാരിറ്റി ഫണ്ട് വിതരണം, എക്യുമെനിക്കൽ ക്വയറിന്റെ ഗാനാലാപനം, സൗവിന്യ പ്രകാശനം എന്നിവയ്ക്ക് ശേഷം കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്റ്റർ ബിനു ജോസഫിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ കോശി വർഗീസ് കൃതജ്ഞത രേഖ. Good afternoon, ladies and gentlemen. Welcome to the 30th annual celebration of the Ecumenical Fellowship of Indian Churches in Philadelphia.
Zachariah Nicholas, who in spite of his busy schedule found time to come here to grace this occasion. Thank you, and once again, very warm welcome to all of you. Good evening and a Merry Christmas to all of you. It is with great joy and honor and humility I was able to serve the Ecumenical Fellowship of Indian Churches in Philadelphia as its chairman in 2016, along with Reverend Saji Mukur, the co-chairman. The Ecumenical Fellowship of Indian Churches in Philadelphia has established a great legacy in the city of brotherly love for the past 13 years. I have lost count how many times I have been to this crowd. One of the problems when you repeatedly address the same crowd, you forget which all stories you have shared, which sermon you preached. So if you have heard this before, just forgive and bear with me. As I was reflecting, and of course I have an agreement with the leaders of this group that whenever they invite, I try to decline, and I have an agreement with them that if you can't get anybody else, I will come. Christmas is a time of giving. Christmas is when God gave us His Son Jesus. Christmas is when Jesus sacrificed Himself for us, for our sins. It is customary that we acknowledge the cooperation, service, and affection given to us by the priests who have served in this area, the Malayali parishes. And as they leave, we want to express our gratitude to them and also to wish them all the best. This is the day that the Lord has made, and we are here to rejoice the birth of our Lord and Savior, Jesus Christ. The responsibility bestowed upon me is to say a few words of thanks to all of you and all who are part of this. ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. ഇന്ന് പ്രായമായവരിലുണ്ടാകുന്ന ഓർമ്മക്കുറവിനെ പറ്റി അല്പം ചിന്തിക്കാം. ആൽഷൈമേഴ്സ് ഡിസീസോ ഡിമെൻഷ്യ മൂലമുണ്ടാകുന്ന ഓർമ്മ നശിപ്പിക്കുന്ന രോഗങ്ങളെപ്പറ്റിയോ അല്ല, പ്രായാധിക്യം മൂലം സ്വാഭാവികമായി സംഭവിക്കുന്നെന്ന് കരുതപ്പെടുന്ന ഓർമ്മക്കുറവുകളെ പറ്റിയാണ് പറയുന്നത്. കൂട്ടത്തിൽ കാറിൻ്റെ കീ എവിടെ വെച്ചുവെന്ന് എപ്പോഴും മറന്നു പോകുന്നവരുണ്ട്. മൂക്കിൽ കണ്ണാടി വെച്ചുകൊണ്ട് തന്നെ കണ്ണാടി അന്വേഷിച്ച് നടന്നവരും, വർഷങ്ങളായി സമീപത്ത് താമസിച്ചിരുന്ന അയൽവാസിയുടെ പേര് മറന്നുപോയെന്നുവരും, കൊച്ചുമക്കളുടെ പേര് മറന്നുപോയി അതിൽ വ്യസനിക്കുന്ന മുത്തച്ഛന്മാരെയും അവരെക്കാൾ കൂടുതൽ അതിൽ വ്യസനിക്കുന്ന കൊച്ചുമക്കളെയും കണ്ടിട്ടുണ്ട്. സീനിയർ മോമെൻറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം ഓർമ്മക്കുറവുകൾക്ക് ഫലപ്രദമായി ചികിത്സയെന്ന് അഡ്വർടൈസ് ചെയ്തുകൊണ്ട് അത്തരം മരുന്നുകൾ വിറ്റ് മില്യൺസ് ഓഫ് ഡോളർ സമ്പാദിക്കുന്ന പല കമ്പനികളുമുണ്ട്. എന്നാൽ ഇത്തരം മരുന്നുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളതായി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനോ വൈദ്യശാസ്ത്ര വിദഗ്ധരോ കരുതുന്നില്ല. കുറേ വൈറ്റമിൻസും കുറച്ച് ഭക്ഷ്യ ഘടകങ്ങളും അടങ്ങിയ ഈ ഗുളികകൾ മാസം $100-150 വില കൊടുത്ത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും എനിക്കറിയാം. എന്നാൽ പ്രായമായവരിൽ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിനെ പറ്റി കുറച്ച് പുതിയ ശാസ്ത്രീയമായ അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാം. ആദ്യം ഓർമ്മയെപ്പറ്റി ബ്രെയിനിൻ്റെ അല്പം അനാറ്റമി. നമ്മുടെ തലച്ചോറിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ് എന്നൊരു ഭാഗമുണ്ട്. ഇതാണ്
നമ്മുടെ ഓർമ്മയും വികാരങ്ങളും മുഖ്യമായി നിയന്ത്രിക്കുന്ന പേടകം. 27 വയസ്സ് കഴിയുമ്പോൾ മുതൽ ഈ ഹിപ്പോകാമ്പസിലുള്ള നെർവ് സെൽസിൻ്റെ എണ്ണം വളരെ സാവധാനത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അതനുസരിച്ച് ഓർമ്മശക്തിയും വളരെ വളരെ സാവധാനത്തിൽ കുറയും. എങ്കിലും പ്രധാനമായി ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് ഒരു 60-70 വയസ്സ് കഴിയുമ്പോൾ മാത്രമാണ്. ഒരു 10 വർഷം മുമ്പ് വരെ മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നത് തലച്ചോറിൽ പുതുതായി നെർവ് സെൽസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നായിരുന്നു. എന്നാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തലച്ചോറിൻ്റെ വീഡിയോ എടുത്ത് പരിശോധിക്കുന്ന ഫങ്ഷണൽ MRI വന്നതോടുകൂടി അതുവരെ പഠിപ്പിച്ചിരുന്നത് ശരിയല്ലെന്ന് മനസ്സിലായി. ഹിപ്പോകാമ്പസ് ഉൾപ്പെടെയുള്ള തലച്ചോറിൻ്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ ചെറിയ തോതിലാണെങ്കിലും പുതിയ നെർവ് സെൽസ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ന്യൂറോജെനിസിസ് എന്ന് വിളിക്കുന്നു. മറ്റ് ജീവികളിൽ നടത്തിയിട്ടുള്ള ആനിമൽ എക്സ്പെരിമെൻസും ഗവേഷണങ്ങളും അവരുടെ തലച്ചോറിലും പുതിയ നെർവ് സെൽസ് ഉണ്ടാകുന്നു, ന്യൂറോജെനിസിസ് നടക്കുന്നുവെന്ന് തെളിയിച്ചു. ഒരാളിൻ്റെ തലച്ചോറിൽ ഓർമ്മ സൂക്ഷിക്കുന്ന ഹിപ്പോകാമ്പസിൽ എല്ലാ ദിവസവും ശരാശരി 700 പുതിയ നെർവ് സെൽസ് ഉണ്ടാകുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. വളരെ തുച്ഛമായ തോതിലാണെങ്കിലും ഇങ്ങനെ പുതുതായി നെർവ് സെൽ ഹിപ്പോകാമ്പസിൽ ഉണ്ടാകുകയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നെർവ് സെൽസ് വേഗത്തിൽ നശിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ പ്രായമായവരിൽ ഓർമ്മശക്തി താരതമ്യേന കുറേ കാലത്തോടുകൂടി നിന്നു വരും. ഏതെല്ലാം ഘടകങ്ങളാണ് പുതിയ നെർവ് സെൽസ് നിർമ്മിക്കുവാൻ ന്യൂറോജെനിസിസ് എന്ന പ്രക്രിയയെ സഹായിക്കുന്നത്, ഏതെല്ലാം ഘടകങ്ങളാണ് ന്യൂറോജെനിസിനെ പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബ്രെയിൻ ഗവേഷകർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവയിൽ എല്ലാവരും, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതുതായി അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഹിപ്പോകാമ്പസിൽ പുതുതായി കൂടുതൽ നെർവ് സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. ഏത് പ്രായത്തിലും മറന്നുവയ്ക്കട്ടെ, എങ്കിലും പുതുതായി എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ബ്രെയിൻ എക്സസൈസാണ്. മറ്റൊന്ന്, ജീവിതത്തിലെ സ്ട്രെസ്, അതുമൂലം ഉണ്ടാകുന്ന രക്തത്തിലെ കോർട്ടിസോൾ ലെവല് പുതിയ നെർവ് സെൽസ് നിർമ്മിക്കുവാൻ ന്യൂറോജെനിസിസിന് പ്രതികൂലം സൃഷ്ടിക്കും. മെഡിറ്റേഷൻ, യോഗ, പ്രാർത്ഥന തുടങ്ങിയവയെല്ലാം പലരിലും സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കും. പ്രായമായി എന്ന് കരുതി സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ഉള്ളൂ. പ്രായമായി കഴിഞ്ഞാലും സോഷ്യലൈസ് ചെയ്യാൻ കഴിവതും ശ്രമിക്കുക. വ്യായാമം, ദിവസവും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ന്യൂറോജെനിസിസിനെ സഹായിക്കും. എലികളിൽ നടത്തിയ പഠനം കാണിക്കുന്നത് എക്സസൈസ് ചെയ്യാൻ നിർബന്ധിതമാക്കുന്ന എലികളിൽ അവരുടെ ബ്രെയിനിൽ കൂടുതൽ സെൽസ് ഉണ്ടാകുന്നുണ്ട്. അമിത ഭക്ഷണം, പ്രത്യേകിച്ച് ഹൈ ഫാറ്റ് ഡയറ്റ് ന്യൂറോജെനിസിസിനെ പ്രതികൂലമായി ബാധിക്കും. അമിതമായ മദ്യപാനം ഹിപ്പോകാമ്പസിൽ പുതുതായി സെൽ നിർമ്മിക്കുന്നതിന് സാധ്യത കുറയ്ക്കും. തലച്ചോറിലെ ബ്ലഡ് സപ്ലൈ കുറയ്ക്കുന്ന ആർട്ടീരിയോസ്ക്ലോറിസ്, ഹൈ ബ്ലഡ് പ്രഷർ തുടങ്ങിയവയെല്ലാം ഹൈപ്പോകാമ്പസിലെ ന്യൂറോജെനിസിസിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് ഇവയെല്ലാം യഥാസമയം ചികിത്സിക്കപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ മത്തി, അയല, സാൽമൺ തുടങ്ങിയ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡ് തലച്ചോറിൽ പുതിയ സെൽസ് നിർമ്മിക്കുവാൻ സഹായിച്ചേക്കുമെന്ന് ഗവേഷകർ പറയുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, ഡാർക്ക് ചോക്ലേറ്റ്സ്, ബ്ലൂബെറി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡ്സ് തലച്ചോറിലെ ന്യൂറോജെനിസിസിനെ സഹായിച്ചേക്കും എന്നും ഗവേഷകർ കരുതുന്നു. ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നതോടൊപ്പം ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള നെർവ് സെൽസ് ന്യൂറോജെനിസിസും തടസ്സപ്പെട്ടു എന്ന് വരും. പുതിയ ക്യാൻസർ സെൽ വളർച്ച തടയുന്നത് പോലെയാണ് ഇതും സംഭവിക്കുന്നതാണ് വിദഗ്ധർ കരുതുന്നു. എന്നാൽ കീമോതെറാപ്പി നിർത്തിക്കഴിയുമ്പോൾ ഓർമ്മ മിക്കവരിലും തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക രോഗങ്ങളുള്ളവരിൽ തലച്ചോറിലെ ന്യൂറോജെനിസിസ് കുറവായി കാണുന്നു. എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്ന പല ആൻറ്റി ആങ്സൈറ്റി മെഡിക്കേഷനും ആൻറ്റി ഡിപ്രസൻ മെഡിസിനും നെർവ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹിപ്പോകാമ്പസിനെ സഹായിക്കുന്നതായും കാണുന്നുണ്ട്.
വൈറ്റമിൻ B1, B2, വൈറ്റമിൻ C ഇവയെല്ലാം അടങ്ങിയ സമീകൃതമായ ആഹാരം ഹിപ്പോകാമ്പസിലെ ന്യൂറോജെനസിസിനെ സഹായിക്കും. അതുപോലെ പ്രായമായവർ ഡീഹൈഡ്രേറ്റഡ് ആകാതെ ആവശ്യത്തിന് ഫ്ലൂയിഡ് വെള്ളം കുടിച്ചിരിക്കുകയും വേണം. മറ്റൊന്ന്, സീനിയർ സിറ്റിസൺസ് ദിവസവും 8-10 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നതും ഹൈപ്പോകാമ്പസിലെ ന്യൂറോജെനസിസിന് പുതുതായി സെൽസ് ഉണ്ടാക്കുന്നതിനാൽ ഓർമ്മശക്തി നിലനിർത്തുവാൻ സാധിക്കും. അവസാനമായി, സെക്സും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഓർമ്മശക്തി നിലനിർത്തുവാൻ സഹായിച്ചേക്കും. എങ്കിലും സെക്സ് വളരെ കൂടി ഉറക്കം നഷ്ടപ്പെട്ടാൽ ഓർമ്മയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കുസൃതി ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ നിർത്തട്ടെ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.